ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് ലോജിക് ഗേറ്റ്സ് ആണ്. ഇപ്പോൾ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിജിറ്റൽ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ലോജിക് സർക്യൂട്ട്. അതിന് ഒന്നോ അതിലധികമോ ഇൻപുട്സ് ഉണ്ടാകാം, എന്നിട്ട് അതിൽ നിന്നും ഒരു ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഗേറ്റ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ സർക്യൂട്ടാണ്, അതൊരു ലോജിക് സർക്യൂട്ടാണ്. അതിലേക്ക് ഒന്നോ അതിലധികമോ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടും. ഇനി ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. എങ്ങനെയെങ്കിലും ഒരു ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത്, ഇത് തമ്മിൽ എന്ത് കാണും, ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റിലേഷനും ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് എങ്ങനെ കണക്റ്റ് ആകുന്നു എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് ബൂളിയൻ ആൾജിബ്രയിലാണ്. ഓക്കെ, ഇനി ബൂളിയൻ ആൾജിബ്ര എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ട്രൂ ഓർ ഫാൾസ് എന്ന ചില ക്വസ്റ്റ്യൻസ് വരാമല്ലോ. അപ്പോൾ 1 or 0 ആ രീതിയിൽ നമുക്കതിനെ എന്തായിട്ട് മാറ്റാം, ഡിജിറ്റൽ സർക്യൂട്ടിന് മനസ്സിലാകുന്ന ലാംഗ്വേജിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ലോജിക്, എ സിസ്റ്റം, മാത്തമെറ്റിക്കൽ സിസ്റ്റം ഓഫ് ലോജിക് എക്സ്പ്രസിങ് ട്രൂത്ത് ഫങ്ഷൻസ് as symbols and manipulating them to get at conclusion is known as ബൂളിയൻ ആൾജിബ്ര. അപ്പോൾ ബൂളിയൻ ആൾജിബ്രയിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് കുറേ കണ്ടീഷൻസ് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇത് ട്രൂ ഓർ ഫാൾസ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ മുകളിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എന്ത് ചെയ്യണം, കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് അവസാനത്തെ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്തുപയോഗിച്ചാൽ ഈ വലിയ വരികൾ, വലിയ സെൻറ്റൻസസ് മനസ്സിലാക്കി ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഇതിനെ സിമ്പിൾസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്ത് മാത്തമെറ്റിക്കലി ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു സിസ്റ്റം, ഒരു മാത്തമെറ്റിക്കൽ സിസ്റ്റമാണ് നമ്മൾ ഈ വലിയ സെൻറ്റൻസുകളെ ഒരു മാത്തമെറ്റിക്കൽ രൂപത്തിലേക്ക് ആക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യും, ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ മാനിപ്പുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ നമ്മളിങ്ങനെ ഇതാണോ അതാണോ എന്ന രീതിയിൽ അതിനെക്കുറിച്ച് പഠിച്ച് കൺക്ലൂഷൻ, അവസാനത്തെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ അതിലേക്ക്, ആ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് എളുപ്പം സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ബൂളിയൻ ആൾജിബ്ര. ഇത് ഡിജിറ്റൽ സർക്യൂട്ടിൽ നമ്മൾ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, ലോജിക് ഗേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇനി ഒരു ടേം പരിചയപ്പെടുക, ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടേബിൾ ദാറ്റ് ഷോസ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ദ ഇൻപുട്ട് ആൻഡ് ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഫോർ എ ലോജിക് ഗേറ്റ്. അപ്പോൾ ഒരു ലോജിക് ഗേറ്റിന് സാധ്യമായ എല്ലാ ഇൻപുട്ടുകളുടെ കോമ്പിനേഷനും, അതായത് ഇപ്പോൾ 2 ഇൻപുട്ട് ഉണ്ടെന്ന് വിചാരിച്ചു, അത് നമ്മൾ ഒരു ബൈനറി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തൊക്കെ കോമ്പിനേഷൻസ്, 0 0 വരാം, 1 0 വരാം, 0 1 വരാം, 1 1 വരാം. അപ്പോൾ 4 പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട് അല്ലേ, 2 ഇൻപുട്ടാണെങ്കിൽ. ഓക്കെ, ഇൻപുട്ടിനെ നമ്മൾ A B എന്ന ലെറ്റേഴ്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇപ്പോൾ ഒന്നുകൂടെ ഉണ്ടെങ്കിൽ C കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും, മൂന്നാമതൊരു ഇൻപുട്ടും ഉണ്ടെങ്കിൽ. ഔട്ട്പുട്ടിനെ XY അങ്ങനത്തെ കൊണ്ടാണ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ, സോ വി ക്യാൻ റൈറ്റ് X. അപ്പോൾ 0 0 വരുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട്, 1 0 വരികയാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട്. ഈ രീതിയിൽ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ടും അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ലോജിക് ഗേറ്റിനും എന്തെഴുതണം, ട്രൂത്ത് ടേബിൾ എഴുതണം. ഇതൊക്കെ നിങ്ങൾ നേരത്തെ +2-നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, കുറച്ച് ബേസ് നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ എന്നാലും നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ബേസ് തൊട്ടാണ് എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനി ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ലോജിക് ഗേറ്റ് എന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. എന്താണ് ലോജിക് ഗേറ്റ്, ഒന്നോ അതിലധികമോ ഇൻപുട്ടുകളും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ടും കിട്ടുന്നു. ഇത് തമ്മിൽ എന്തെങ്കിലും എന്താണ് ലോജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പലതാകാം, എന്താകാം, ഓറാകാം, ആൻഡ് ആകാം, നോട്ടാകാം. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേറെയും ഉണ്ട്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ലോജിക്കൽ റിലേഷൻസാണ് ഓർ, ആൻഡ്, നോട്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള 3 ലോജിക് ഗേറ്റുകളാണ്. അപ്പോൾ ആ ലോജിക് റിലേഷൻഷിപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക് ഗേറ്റുകൾ അല്ലേ.
ആ രീതിയിൽ ഇൻപുട്ടിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് തരുന്ന ആ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരുന്ന ലോജിക് ഗേറ്റുകൾ. അപ്പോൾ ഏതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റുകൾ? ഓർ ഗേറ്റ് ഉണ്ട്, ആൻഡ് ഗേറ്റ് ഉണ്ട്, നോട്ട് ഗേറ്റ് ഉണ്ട്. ഇനി ഓരോന്നിനെയും കുറിച്ചും പഠിക്കണം. ഓർ ഗേറ്റ്, ഒരു ഓർ ഗേറ്റ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഇൻപുട്ട് എ ബി എന്ന 2 ഇൻപുട്ടുണ്ട്. വൈ ആണ് ഔട്ട്പുട്ട് എങ്കിൽ അതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതുന്നത് എ ഓർ ബി. ഈ പ്ലസ് സിമ്പലിനെ നിങ്ങളിവിടെ പ്ലസ് എന്ന് വായിക്കരുത്, ഓർ എന്ന് വായിക്കണം. എ ഓർ ബി ഈക്വൽ ടു വൈ. അപ്പോൾ അത്തരത്തിലാണ് ഇതിനെ വായിക്കുന്നത്. ഇനി ഇതിൻ്റെ സിമ്പൽ ഇങ്ങനെയാണ്. ഓർ ഗേറ്റിൻ്റെ സിമ്പൽ ശ്രദ്ധിക്കുക. ഇത്തരത്തിലാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ 2 ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് ഓർ ഗേറ്റിൻ്റെ സിമ്പൽ. അത് ശ്രദ്ധിച്ചോളാം. ഇനി ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ട്രൂത്ത് ടേബിളാണ്. അപ്പോൾ അതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതി. ഓറിൻ്റെ സിമ്പൽ പ്ലസ് ആണ്, പക്ഷെ റീഡ് ചെയ്യുമ്പോൾ അത് ഓറെന്ന് തന്നെ റീഡ് ചെയ്യുക. അതിൻ്റെ സിമ്പൽ പഠിച്ചു. ഇനി വേണ്ടുന്നത് ട്രൂത്ത് ടേബിളാണ്. 0 or 0 ഈസ് 0, 1 or 0 ഈസ് 1, 0 or 1 ഈസ് 1, 1 or 1 ഈസ് 1. അപ്പോൾ ഒന്നെങ്കിലും ഹൈ ആയാൽ എന്താകും? ഔട്ട്പുട്ട് 1 ആകും. ഓക്കെ, ഒന്നെങ്കിലും ഹൈ ആയാൽ ഔട്ട്പുട്ട് ഹൈ ആകും. രണ്ടും ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു സർക്യൂട്ടിൽ എങ്ങനെ കാണിക്കാം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സർക്യൂട്ട് എങ്ങനെ ഇരിക്കും എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്. ഇത് സ്വിച്ചിൻ്റെ സിമ്പലാണ്. 2 സ്വിച്ചും ഓപ്പൺ ആണെങ്കിൽ, ഈ രീതിയിൽ 2 സ്വിച്ചും ഓപ്പൺ ആണെങ്കിൽ ഇവിടേക്ക് കറണ്ടൊന്നും കിട്ടില്ല. ഇതിന് അക്രോസുള്ള വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഫസ്റ്റ് 0 or 0. സ്വിച്ച് 2 സ്വിച്ചും ഓപ്പൺ. സ്വിച്ച് ഓപ്പൺ ആയ കണ്ടീഷനാണ് 0. ഓക്കെ, സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ 0, സ്വിച്ച് ക്ലോസ് ആണെങ്കിൽ 1. അപ്പോൾ ഇവിടെ രണ്ടും 0 ആണ് കണ്ടീഷൻ. ഔട്ട്പുട്ട് 0 എന്ന് കിട്ടും. ഇനി ആദ്യത്തെ സ്വിച്ച് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ 1 ആയി, ഇത് 0 ആയി. അപ്പോൾ ഈ കേസിലോ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇതുവഴി വരുന്നു. അപ്പോൾ ഇതിനെ ക്രോസ് ഒരു കറണ്ട് ഉണ്ട്, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? വി ഗെറ്റ് ഹൈ വാല്യൂ അല്ലേ? ഒരു വോൾട്ടേജ് ഉണ്ട്, ഹൈ വാല്യൂ ആണ്. വോൾട്ടേജ് ഇല്ലെങ്കിൽ 0, വോൾട്ടേജ് ഉണ്ടെങ്കിൽ 1. ആ രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, വോൾട്ടേജ് ഇല്ലെങ്കിൽ, വോൾട്ടേജ് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0, വോൾട്ടേജ് ഹൈ ആണെങ്കിൽ അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ വോൾട്ടേജിന് നമ്മൾ 1 സ്റ്റേറ്റ്, അതായത് വോൾട്ടേജ് ഉള്ള അവസ്ഥ 1 സ്റ്റേറ്റ്, ആ രീതിയിലാണ് എടുക്കുന്നത്. അടുത്ത ഇതേപോലെ ഞാൻ 1 0 ആണ് പറഞ്ഞത്, ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, അപ്പോൾ 1 ആണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഇനി ഇത് ഓപ്പണും ഇത് ഓപ്പൺ 0യും ഇവിടെ ക്ലോസുമായി. എന്നാലും കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്ത് നമുക്ക് ആറിന് അക്രോസ് ഒരു വോൾട്ടേജ് കിട്ടും. അവിടെയും ഔട്ട്പുട്ട് 1 തന്നെയാണ്. അപ്പോൾ ഇതും കിട്ടി. ഇനി 1 or 1 രണ്ടും ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോഴും എങ്ങനെ തന്നെയാണ്? കറണ്ട് ഫ്ലോ ചെയ്യും, ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്, ഔട്ട്പുട്ട് ഈസ് 1. അപ്പോൾ ഇതും കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ ഓറിൻ്റെ ഫങ്ഷൻ കിട്ടും. ഇനി അത് നമ്മൾ സ്വിച്ച് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് PN ജംഗ്ഷൻ ഡയോഡ് ഉപയോഗിച്ചിട്ടാണ് ഓർ ഗേറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് ഓർ ഗേറ്റ് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഡിസൈൻ ആൻ ഓർ ഗേറ്റ് യൂസിങ് 2 PN ജംഗ്ഷൻ ഡയോഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ട് വരയ്ക്കണം. ഇതാണ് ഡയോഡ്. അപ്പോൾ നോക്കുക, നമുക്ക് ഓരോ കോമ്പിനേഷൻസ് ആയിട്ട് ചെയ്തു നോക്കാം. ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 0 0 അല്ലേ? 0 0, അതായത് ഇത് രണ്ടും ഓപ്പൺ ആണ്. ഓപ്പൺ ആയിരിക്കുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് 0 ആണ്. ഇങ്ങോട്ടേക്ക് എന്തില്ല? കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് 0. അപ്പോൾ 0 0 ഗീവ്സ് 0, കറക്റ്റ് തന്നെയാണ്. അടുത്തത് 1 0, അതായത് ഇത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എത്ര? ഇവിടെ 5 വോൾട്ട് വരും. ഇത് ഓപ്പൺ തന്നെയാണ്, B ഈസ് 0, സോ ഇത് ഓപ്പൺ തന്നെയാണ്. ഇവിടെ 0 വോൾട്ട് വരും. അപ്പോൾ ഇത് 5 വോൾട്ട് വന്നു. ഇത് ഫോർവേഡ് ബയാസ്ഡ് ആകും. ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും ഒക്കെ അറിഞ്ഞുകൂടെങ്കിൽ ഒന്ന് പോയി നോക്കാം. ഈ റീജിയനിലേക്ക് പോസിറ്റീവ്, സെല്ലിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഹൈ വോൾട്ടേജ് അവിടെ വന്നു, സോ ഇറ്റ് കണ്ടക്ട്സ് അല്ലേ? കറണ്ട് ഫ്ലോ ചെയ്ത് വരും. ഈ ഡയോഡ് വഴി കറണ്ട് ഫ്ലോ ചെയ്ത് വരും. അപ്പോൾ ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും.
അല്ലേ? വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടെന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഒരു വോൾട്ടേജ് കാണിക്കുന്നു. സോ വി ഗെറ്റ് എ ഹൈ സ്റ്റേറ്റ്. അടുത്തത് 0-1. 0-1 ആകുമ്പോൾ എങ്ങനെയാണ്, എയിലുള്ള സ്വിച്ച് ഓപ്പൺ ആയിരിക്കും, ബി ക്ലോസ് ആകും. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസും ഇത് റിവേഴ്സ് ബയാസുമാണ്. കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്തു പോകും. അപ്പോഴും റെസിസ്റ്ററിന് അക്രോസ് ഒരു കറണ്ട് ഉണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇനി A=1 B=1 അങ്ങനെ വന്നാലും എങ്ങനെയായിരിക്കും, രണ്ട് സ്വിച്ചും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, രണ്ട് ഡയോഡും ഫോർവേഡ് ബയാസാണ്. റെസിസ്റ്റൻസ് വഴി കറണ്ട് ഫ്ലോ ചെയ്യും. വി ഗെറ്റ് ആൻ ഔട്ട്പുട്ട് അക്രോസ് ആർ. സോ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഗേറ്റ് ഈസ് 1 അല്ലേ? ഇതാണ് ഔട്ട്പുട്ട്. ഈ ആറിന് അക്രോസ് ഉള്ള വോൾട്ടേജാണ് നമ്മുടെ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ അവിടെ വോൾട്ടേജ് കാണിക്കുന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഹൈ ആണ്, ഹൈ സ്റ്റേറ്റും. വോൾട്ടേജ് ഇല്ല എങ്കിൽ 0 സ്റ്റേറ്റുമാണ്. ആ രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഓർ ഗേറ്റിനെ റിയലൈസ് ചെയ്യാം. നെക്സ്റ്റ് ബേസിക് ഗേറ്റ് ആയിട്ടുള്ള ആൻഡ് ഗേറ്റിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെയും രണ്ട് ഇൻപുട്ട് എ ആൻഡ് ബി കൺസിഡർ ചെയ്യാണ്. ഔട്ട്പുട്ടായിട്ട് വൈ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സിമ്പൽ ഇങ്ങനെയാണ്, ഒരു ഇൻറ്റു സിമ്പലാണ്, ഡോട്ടാണ് സിമ്പൽ. നമ്മൾ വായിക്കുന്നത് എ ആൻഡ് ബി എന്നാണ്. ഓക്കെ, റീഡ് ചെയ്യുന്നത് എ ആൻഡ് ബി ഈക്വൽ വൈ എന്നാണ്. സിമ്പൽ ഡോട്ടാണ്. ഓക്കെ, ആൻഡ് എന്ന് വേണം അത് വായിക്കാൻ. ഇനി ഇതാണ് ആൻഡിൻ്റെ സിമ്പൽ. ഇത്തരത്തിൽ വരും, ഇങ്ങനെ വന്ന് ഇങ്ങനെ, രണ്ട് ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട്. ഇത് ആൻഡാണ്. ഇനി അതിൻ്റെ ലോജിക്, നമ്മൾ ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാം. 0യും 0യും ഇൻപുട്ടിൽ വരുമ്പോൾ ഔട്ട്പുട്ട് 0, 1ഉം 0യും വന്നാൽ 0, 0 1 വന്നാൽ 0, 1 1 വന്നാലും 1. അപ്പോൾ ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താകും, 0 ആകും. ഓക്കെ, ഒന്നുകൂടെ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയാൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആകും. ഇത്രയും മാത്രം ഓർക്കുക. ഇനി ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്. സ്വിച്ച് മാത്രം ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർ ഗേറ്റ് വരച്ചപ്പം നമ്മളവിടെ ഈ സ്വിച്ചുകളെ പാരലലായിട്ടാണ് വരച്ചത്. ഓർക്കുക, ഓർ ഗേറ്റിൽ രണ്ട് സ്വിച്ച് ഉപയോഗിച്ചത് പാരലലായിട്ടാണ് വരച്ചത്. ഇവിടെ സ്വിച്ചിനെ സീരീസ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടും 0 ആണെങ്കിൽ, എയും ബിയും 0 ആണെങ്കിൽ, രണ്ട് സ്വിച്ചും ഓപ്പൺ ആണെങ്കിൽ കറണ്ട് ഇവിടേക്ക് വരില്ല. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് 0. ഇനി A1 B0, അതായത് എ ക്ലോസ് ചെയ്തു, ബി ഓപ്പൺ ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സീരീസിലിരിക്കുന്നത് കൊണ്ട് പോകുന്ന വഴിക്ക് ഒരു സ്വിച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്നതുകൊണ്ട് കറണ്ട് ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. അപ്പോൾ അതും കിട്ടി, രണ്ടെണ്ണം കിട്ടി. ഇനി ഏതാണ് 0-1. അപ്പോൾ എ ഓപ്പൺ ബി ക്ലോസ്. അപ്പോഴും എന്ത് തന്നെയാണ്, കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു ഓപ്പൺ സ്വിച്ച് ഉണ്ട്. അപ്പോഴും ഔട്ട്പുട്ട് 0 തന്നെയാണ്. ഇനി 1-1, രണ്ടും എന്താണ്, രണ്ട് ക്ലോസ് ചെയ്തു, രണ്ടും 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്ത് വരും. നമുക്ക് ആറിന് അക്രോസ് ഒരു കറണ്ട് ഉണ്ട്. കറണ്ട് ഉള്ളത് കൊണ്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ, V=IR എന്നൊരു വോൾട്ടേജ് ഇതിന് അക്രോസ് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കറണ്ട് 0 ആയി, ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള കറണ്ട് 0 ആയിക്കഴിഞ്ഞാൽ വോൾട്ടേജ് 0. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്ത് ഇവിടേക്ക് എത്തുന്നുണ്ടോ എന്ന് വേണം നിങ്ങൾ നോക്കാൻ. കറണ്ട് ഫ്ലോ ഉണ്ടോ എന്ന് വേണം നിങ്ങൾ നോക്കാൻ. അപ്പോൾ നാലാമത്തെ കേസിൽ രണ്ട് സ്വിച്ചും ക്ലോസ് ആകുമ്പോൾ എന്തുണ്ട്, കറണ്ട് ഉണ്ട്. സോ വി ഗെറ്റ് ആൻ ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ ഒരു ഹൈ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഈ രീതിയിൽ റിയലൈസ് ചെയ്യാം. ഇനി രണ്ട് PN ജംഗ്ഷൻ ഡയോഡുകൾ ഉപയോഗിച്ചിട്ട് ആൻഡ് ഗേറ്റിന് എങ്ങനെ റിയലൈസ് ചെയ്യാം എന്നാണ് കാണിച്ചിരിക്കുന്നത്. സർക്യൂട്ട് വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ട് വേണം വരയ്ക്കാൻ. രണ്ട് ഡയോഡ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അതാണ്ട് ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ദിസ് ഇസ് ദ ഔട്ട്പുട്ട്. ഇതാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 5 വോൾട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന കണക്ഷൻസ് ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കണം. ഞാൻ മറ്റൊരു കളർ വെച്ച് നമുക്ക് കാണിക്കാം, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. +5 വരുന്നത് എവിടെയൊക്കെയാണ്, അതാ ഇങ്ങനെ വന്നിട്ട് T1ലും വരും, T3ലും വരും. ഓക്കെ, ശ്രദ്ധിക്കുക, +5 വോൾട്ട് വരുന്നത് T1ലും T3ലുമാണ്. ഇനി മറ്റൊരു കളർ വെച്ച് കാണിക്കാം.
T2-ലും T4-ലും T4-ലും വരുന്നത് ആരാണ്? ഗ്രൗണ്ട് കണക്ഷനാണ്, 0 വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പച്ച കൊണ്ട് കാണിച്ചിരിക്കുന്നത് 0 വോൾട്ടും നീല കൊണ്ട് കാണിച്ചിരിക്കുന്നത് +5 വോൾട്ടാണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എയും ബിയും ആണ്. ഈ എയും ബിയും എവിടേക്ക് കണക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എയും ബിയും ആണ് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കോമ്പിനേഷൻ ഞാൻ ഇങ്ങനെ എഴുതിയാണ് എ ബി. 0 0 കൊടുക്കുന്നു അല്ലേ. 4 തരം കോമ്പിനേഷൻ ഉണ്ട്. ഒരു കോമ്പിനേഷൻ 0 0 ആണ്. അതായത് എ 0ലേക്ക് കണക്ട് ചെയ്യുക, എ T2ലേക്ക് കണക്ട് ചെയ്യുക, ബിയും T4ലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ 2 ഇൻപുട്ടും 0 ആയി. ഓക്കെ അല്ലേ? കാരണം ഞാൻ പച്ചയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പച്ച 0 വോൾട്ടേജാണ്, ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് എയും ബിയും 0 ആയി. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയേ. ഇവിടെ 0 വോൾട്ടേജ് വന്നു അല്ലേ. ഇതാ ഇവിടെ 0 വോൾട്ടേജ്. ഇവിടെ ഏതായിരിക്കും വോൾട്ടേജ്? കണ്ടോ, 5 വോൾട്ടിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 5 വോൾട്ടും 5 വോൾട്ടിൽ നിന്ന് ഒരു ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവും, റെസിസ്റ്റൻസ് വഴി വരുമ്പോൾ ഒരു ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു വോൾട്ടേജും ഇവിടെ 0 വോൾട്ടേജും വന്നു. അപ്പോൾ ഈ ഡയോഡ് എങ്ങനെയായിരിക്കും? പി റീജിയൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് സെല്ല്, പോസിറ്റീവ് ഓഫ് ദ ബാറ്ററി, ആൻഡ് എൻ റീജിയൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് അല്ലെങ്കിൽ ഗ്രൗണ്ട്. അങ്ങനെ വരുമ്പോൾ D1ഉം D2ഉം ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കുമ്പോൾ കറണ്ട് എന്തെയും ഡയോഡ് വഴി കണ്ടക്ട് ചെയ്ത് വരും. അപ്പോൾ ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകും, ഇതുവഴിയും കറണ്ട് കണ്ടക്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകും. അപ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നത് കൊണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് എവിടെയാണ് ഉണ്ടാകുന്നത്? R-ലായിരിക്കും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഈ 5 വോൾട്ട് ഇവിടെ എന്തായിരിക്കും? ഡയോഡ് ഫോർവേഡ് ബയാസ് ആകുമ്പോൾ ഐഡിയൽ കേസിൽ നിങ്ങൾക്കറിയാം എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പ് 0 ആണ്. ആക്ച്വൽ കേസിൽ സിലിക്കൺ ആണെങ്കിൽ ഒരു 0.7 വോൾട്ട് ഡ്രോപ്പ് ഉണ്ടാവും, ജെർമേനിയം ആണെങ്കിൽ ഒരു 0.3 വോൾട്ട് ഉണ്ടാകും. അത് പ്രാക്ടിക്കൽ കേസിലാണ്. അപ്പോൾ അതും വളരെ ചെറുതാണ്, അപ്രോക്സിമേറ്റ്ലി 0 എന്ന് തന്നെ എടുക്കുക അല്ലേ. അപ്പോൾ ഇതിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് 0 ആണ്. അപ്പോൾ ഈ വരുന്ന വോൾട്ടേജ് 5 വോൾട്ട് നമുക്കറിയാം ഒരു കംപ്ലീറ്റ് ലൂപ്പിൽ വോൾട്ടേജ് ഡ്രോപ്പ് കംപ്ലീറ്റ് വോൾട്ടേജ് എന്താകണം? 0 ആകണം അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്ന ലൂപ്പെങ്കിൽ ഇതിനകത്ത് എന്താകണം? വോൾട്ടേജ് ഡ്രോപ്പ് 0 ആകണം. അപ്പോൾ ഇവിടെ 5 വോൾട്ട് ഉണ്ട്, ഇവിടെ എന്താണ്? ഞാൻ അപ്രോക്സിമേറ്റ്ലി 0 വോൾട്ടാണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് എല്ലാം എവിടെ ഡ്രോപ്പ് ചെയ്യണം? ഇതിനെക്രോസ് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഇതിനെക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് 5 വോൾട്ടാണ്. അപ്പോൾ 5 വോൾട്ട് ഇതിൽ ഡ്രോപ്പ് ചെയ്തു. ഇവിടെ 5 ആയിരുന്നു, ഈ പോയിന്റിൽ 5 വോൾട്ടാണ്, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ 5 വോൾട്ട് ഉണ്ട്. 5 വോൾട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടുത്തെ വോൾട്ടേജ് എത്ര? 0 വോൾട്ട് അല്ലേ. ഇവിടുത്തെ വോൾട്ടേജ് 0 വോൾട്ട്. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഇതിനെക്രോസ് ആണ് അല്ലേ. ഇതാണ് നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട്. ഇതിനെക്രോസ് ഉള്ള ഈ 2 പോയിൻറ്റിനും ഇടയിലുള്ള വോൾട്ടേജാണ് നമ്മൾ Y ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ ഇപ്പോൾ വോൾട്ടേജ് എത്രയാണ്? 0 ആണ്. കാരണം ആ 5 വോൾട്ടും R-നെക്രോസ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഇവിടെ എത്തുന്ന 0 വോൾട്ടാണ്. ഇത് ഗ്രൗണ്ടാണ് അല്ലേ. ഇത് ഗ്രൗണ്ടല്ലേ, ഇത് ഗ്രൗണ്ടാണ്. അപ്പോൾ ഇതും 0 വോൾട്ടാണ്. അപ്പോൾ ഈ 2 പോയിൻറ്റും തമ്മിൽ വോൾട്ടേജ് ഡിഫറൻസ് ഈ 0 - 0. അപ്പോൾ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് 0 ആണ്. സോ വി ഗെറ്റ് Y as 0. ഓക്കെ, അപ്പോൾ എയും ബിയും 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 0 കിട്ടുന്നു. അപ്പോൾ ഈ സർക്യൂട്ട് ഒരു കോമ്പിനേഷൻ്റെത് കറക്റ്റായി. ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷൻ നോക്കാം. അടുത്തത് ഏതാ? 1 0 അല്ലേ. അത് നോക്കാം. 1 0 വരുമ്പോൾ എന്ത് വരും നോക്കാം. അപ്പോൾ നമുക്ക് എ ഹൈ കൊടുക്കണം. എ ഹൈ കൊടുക്കണമെന്ന് വെച്ചാൽ ഹൈ ആരാ? നീലയാണ് അല്ലേ. നീലയിലേക്കാണ് കൊടുത്താൽ ഹൈ ആകും. അപ്പോൾ എയിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും, ഹൈ ആയി. ബിയിനെ എന്ത് ചെയ്യണം? ബി 0 ആണ്. അപ്പോൾ ബിയിനെ താഴേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ബി 0യിലേക്ക് കണക്റ്റായി, എ എവിടേക്ക്? ഹൈ ആയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ വന്നിട്ട് ഇത് ഫോർവേഡ്, ഈ D2 ഫോർവേഡ് ബയാസ് ആവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് കറണ്ട് ഇവിടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് പി റീജിയൻ കണക്ട് ചെയ്തിരിക്കുന്നത്, എൻ റീജിയന് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. D2 ഫോർവേഡ് ബയാസ്ഡ് ആണ്. D1 എങ്ങനെയാണ് വന്നിരിക്കുന്നത്? D1ൻ്റെ ഇപ്പുറത്തെ ഭാഗം അല്ലേ,
എൻ റീജിയണിലേക്ക് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നു. എൻ റീജിയണിലേക്ക് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതാണ് ആ ഹൈ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഈ പി റീജിയണിലേക്ക് ഇപ്പോൾ ഹൈ വന്നിരിക്കുകയാണ്. അപ്പം D2 എന്തായിരിക്കും? D2 വിൽ ബി റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ അതിനെ നോക്കേണ്ട, അത് കണ്ടക്ട് ചെയ്യുന്നില്ല. പക്ഷേ D2 ഈസ് ഫോർവേഡ് ബയാസ്. അപ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകും, ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകും. അപ്പോൾ കംപ്ലീറ്റ് ലൂപ്പിൽ വോൾട്ടേജ് ഡ്രോപ്പ് 0 ആകണം. ഇവിടെ 5 വോൾട്ട് ഉണ്ട്, ഇതിന് അക്രോസ് 0 വോൾട്ടാണ്. അപ്പോൾ 5 വോൾട്ട് എവിടെ ഡ്രോപ്പ് ചെയ്യണം? ആറിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ പിന്നെയും ഈ പോയിൻറ്റിലെ വോൾട്ടേജ് എത്രയായി? 0. ഇവിടെ 0 ആയെങ്കിൽ ഇവിടെ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഈ 0 മൈനസ് 0 നമുക്ക് പിന്നെയും എന്തെന്ന് തന്നെ കിട്ടും? ബൈ 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1 and 0 ഈസ് 0. ഇനി ഇതേപോലെ തന്നെ നമുക്ക് 1 0 മനസ്സിലാക്കുക. 0 1. അടുത്ത കോമ്പിനേഷൻ എന്താണ്? 0 1. 0 1 മനസ്സിലാക്കാം. 0 1 ആകുമ്പോൾ എന്താ? തിരിഞ്ഞു വരും അല്ലേ. ഇപ്പോൾ എ ആണ് ഹൈയിലേക്ക് കണക്ട് ചെയ്തിരുന്നത്, അടുത്തത് എ ലോയിലേക്ക് കണക്ട് ചെയ്യണം. എ ലോയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി T2ലേക്ക് കൊടുക്കുക. അപ്പോൾ എ ലോയിലായി. ഇനി ബി ഹൈയിലോട്ട് കൊടുക്കണം. ഹൈ ആരാ? T3 ആണ്. അപ്പോൾ ബി ഹൈയിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? എ റിവേഴ്സ് ബയാസ്ഡ് ആണ് അല്ലേ. ഇവിടെ 5 വോൾട്ട് വന്നു, 5 വോൾട്ട് ഇവിടെ ഗ്രൗണ്ടാണ്. സോ ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്. D1 ഫോർവേഡ് ബയാസ്ഡ് ആകും അല്ലേ. കറക്റ്റായിട്ട് പിയിലേക്ക് പോസിറ്റീവ് വന്നു, എന്നിലേക്ക് നെഗറ്റീവ് വന്നു. അപ്പം D1 ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബിയിലേക്ക് ഹൈ ആണ് കൊടുത്തിരിക്കുന്നത്. ബിയിലേക്ക് എന്താണ്? ഹൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് പി റീജിയനിലേക്ക് 5 വോൾട്ട് വരും. എൻ റീജിയനിലേക്ക് 5 വോൾട്ട് വന്നു, പി റീജിയനിലേക്കും അപ്രോക്സിമേറ്റ്ലി 5 വോൾട്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ D1 ഫോർവേഡ് ബയാസ്ഡും D2 റിവേഴ്സ് ബയാസ്ഡും അങ്ങനെയാണ് ഇതിൽ വരിക. അപ്പോൾ D1 ഫോർവേഡ് ബയാസ്ഡ് ആണ്. അപ്പോൾ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? ഇതുവഴി ഫ്ലോ ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോക്കാം. ഫുൾ ലൂപ്പിൽ കറണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് 0 ആക്കണം. ഇവിടെ 5 വോൾട്ട് ഉണ്ട്, ഇതിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് അപ്രോക്സിമേറ്റ്ലി 0. അപ്പോൾ ഈ കംപ്ലീറ്റ് 5 വോൾട്ടും ആറിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ആറിന് അക്രോസ് ഡ്രോപ്പ് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ 5 വോൾട്ട് ആയിരുന്നു അല്ലേ. 5ലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്, 5 വോൾട്ട്. അപ്പോൾ ഇവിടെ 5 ഉണ്ടായിരുന്നു, ഇത് ഇവിടെ മൊത്തം 5 വോൾട്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ മൊത്തം ഇവിടെ എത്ര കാണും? വോൾട്ടേജ് 0. ഇത് ഗ്രൗണ്ടാണ്, ഇവിടുത്തെ വോൾട്ടേജ് 0. അപ്പോൾ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? 0 മൈനസ് 0 വി ഗെറ്റ് 0. അപ്പോൾ പിന്നെയും 0 തന്നെ. ഇനി 1 1 എന്ന കോമ്പിനേഷൻ നോക്കണം. അപ്പോൾ 1 1 ആകുമ്പം 2ഉം +5ലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? 2ഉം +5ലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വന്നിട്ട് 5 വോൾട്ട് വരും അല്ലേ. എൻ റീജിയനിൽ 5 വോൾട്ട് വരും. അപ്പോൾ എൻ റീജിയനിൽ 5 വോൾട്ട് വന്നാൽ 2 ഡയോഡും എന്തായിരിക്കും? റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. ബോത്ത് ഡയോഡ്സ് വിൽ ബി റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ 2 എണ്ണവും കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല എങ്കിൽ റെസിസ്റ്ററിന് അക്രോസ് എന്തില്ല? കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടോ? ഇല്ല. വോൾട്ടേജ് ഡ്രോപ്പ് 0 ആണ്. കറണ്ട് ഇല്ല എന്ന് വെച്ചാൽ കറണ്ട് 0 അല്ലേ. കറണ്ട് ഇല്ല എന്ന് വെച്ചാൽ കറണ്ട് 0. കറണ്ട് 0 എങ്കിൽ വോൾട്ടേജും 0. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് 0 ആണ്. അപ്പോൾ നമ്മൾ പിന്നെയും ഈ ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കറണ്ട് എവിടെയെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യണ്ടേ, വോൾട്ടേജ് എവിടെയെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യണ്ടേ. ഫുൾ ഒരു കംപ്ലീറ്റ് ലൂപ്പിനകത്ത് വോൾട്ടേജ് ഡ്രോപ്പ് 0 ആകണം. അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് 0 ആണ്. ഇതിന് 5 വോൾട്ട് ഉണ്ട്. അപ്പം ബാക്കി എവിടെയെങ്കിലും ഒന്ന് എന്താണ് കാണണം അല്ലേ. 5 വോൾട്ട് എവിടെ കാണും? ഇതിന് അക്രോസ് കാണും, ഇതിന് അക്രോസ്. അതായത് എന്താണ്, നമ്മുടെ ഔട്ട്പുട്ടിൽ ഒരു വോൾട്ടേജ് കാണിച്ചു, ഔട്ട്പുട്ട് ഒരു ഹൈ സ്റ്റേറ്റിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടും ഹൈ കൊടുത്തു കഴിഞ്ഞാൽ 1 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? ഒരു ഹൈ 1 സ്റ്റേറ്റ് കിട്ടും. മൂന്നാമത്തെ ബേസിക് ഗേറ്റ് ആണ് നോട്ട് ഗേറ്റ് അഥവാ ഇൻവെർട്ടർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. അതായത് 0 ഒരു നോട്ട് ഗേറ്റ് വഴി കടന്നു പോകുമ്പോൾ 1 ആകും, 1 0 ആകും, കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു സിംഗിൾ ഇൻപുട്ട് ഗേറ്റ് ആണ്, ഒരു ഇൻപുട്ട് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എ പ്രൈം എന്നോ അല്ലെങ്കിൽ എ ബാർ എന്നോ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇത്
0 1 ആകും, 1 0 ആകും. സിമ്പിൾ ഇങ്ങനെയാണ്. ഓക്കെ, ഒരു ട്രയാങ്കിൾ അതിൻ്റെ എൻഡിലൊരു 0 ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിൾ. ഇനി ഒരു പോസിബിൾ സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. 5 വോൾട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് ഹൈ ആയിരിക്കുമ്പോൾ 1 ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും? കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യും. അപ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വന്നു എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഇങ്ങോട്ടേക്ക് കറണ്ട് വരുന്നില്ല അല്ലേ? അപ്പോൾ ആറിന് അക്രോസ് കറണ്ട് ഇല്ല. അപ്പോൾ വോൾട്ടേജ് ആറിന് അക്രോസ് 0 ആയിരിക്കും, ഔട്ട്പുട്ട് 0 വോൾട്ടേജ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ എ ഹൈ ആകുമ്പോൾ വൈ 0 ആകുന്നു. ഓക്കെ, ഇൻപുട്ട് 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ആകുന്നു. ഇനി ഇൻപുട്ട് 0 ആയിരിക്കുമ്പോൾ, അതായത് നമ്മൾ സർക്യൂട്ട് ഓപ്പൺ ആണ്, അപ്പോൾ കറണ്ട് ഇതുവഴി പാസ് ചെയ്യാൻ പറ്റില്ല. കറണ്ട് എങ്ങനെ പോകാൻ പറ്റും? ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ആറിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ അതൊരു ഹൈ സ്റ്റേറ്റ് ആണ്. അപ്പോൾ എയിൽ 0 അല്ലെങ്കിൽ ഇൻപുട്ട് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്ത് കിട്ടുന്നു? 1 കിട്ടുന്നു. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻറ്റ് തരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ സർക്യൂട്ട് ശരി തന്നെയാണ്, കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോട്ട് ഗേറ്റ് ഡയോഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർ ഗേറ്റും ആൻഡ് ഗേറ്റുമെല്ലാം ഡയോഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിയലൈസ് ചെയ്തിരുന്നത്. പക്ഷേ നോട്ട് ഗേറ്റ് നമുക്ക് ഡയോഡ് ഉപയോഗിച്ച് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോട്ട് ഗേറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നോട്ട് ഗേറ്റിൻ്റെ സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ കോമ്പിനേഷനായിട്ട് നോക്കാം. ആദ്യം നമുക്ക് 0 ഇൻപുട്ടിലേക്ക് വരുമ്പോൾ, അതായത് എ 0 ആകുമ്പോൾ ഔട്ട്പുട്ട് വൈ ആണ്. വൈയിൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇൻപുട്ട് 0 ആക്കണം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിനെ എയിനെ എർത്ത് ചെയ്യുക അല്ലേ? അപ്പോൾ എയുടെ വാല്യൂ എന്തായി? 0, എർത്തഡ് ആണ്. അപ്പോൾ 0 ആണ് വാല്യൂ. അപ്പോൾ ഇത് നോക്ക്, ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ഇവിടേക്ക് പിയിലേക്ക് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്താണ്? ഫോർവേഡ് ബയാസ്ഡ് അല്ല. അപ്പോൾ എന്ത് ചെയ്യില്ല? ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യില്ല അല്ലേ? ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യണമെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ട്രാൻസിസ്റ്റർ ഈസ് ഇൻ കട്ട് ഓഫ് സ്റ്റേറ്റിലാണ്. അപ്പോൾ കട്ട് ഓഫ് സ്റ്റേറ്റിലാകുമ്പം കളക്ടർ കറണ്ട്, ഔട്ട്പുട്ട് കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇൻപുട്ട് കറണ്ട് ഇല്ല. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് അല്ലാത്തത് കൊണ്ട് ഇൻപുട്ട് കറണ്ട് ഇല്ല. അതുകൊണ്ട് ഔട്ട്പുട്ട് കറണ്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്തായി പോകും? RCക്ക് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് 0 ആണ്. അപ്പോൾ ഞാൻ ഈ ലൂപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 5 വോൾട്ട് എവിടെ ഡ്രോപ്പ് ചെയ്യും? ഇതിനെക്രോസ്, ട്രാൻസിസ്റ്ററിനെക്രോസ് ഡ്രോപ്പ് ചെയ്യും അല്ലേ? കട്ട് ഓഫ് സ്റ്റേറ്റിലെ കണ്ടീഷൻ അതാണ്. ട്രാൻസിസ്റ്ററിനെക്രോസ് കംപ്ലീറ്റ് VCC നമുക്ക് കിട്ടും. നിങ്ങൾ കട്ട് ഓഫ് പഠിച്ചതാണ്, അവിടെ പോയി നോക്കിയാൽ മതി. കട്ട് ഓഫിലെ കണ്ടീഷൻ VCE, എമിറ്റർ കളക്ടറിനും എമിറ്ററിനും അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VCC ആയിട്ട് മാറുന്ന കണ്ടീഷനാണ് കട്ട് ഓഫ്. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 0 നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 0 ആകുമ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടുന്നു? വൈയിൽ നമുക്ക്, ഞാൻ പറഞ്ഞു, VCC 5 വോൾട്ട് തന്നെ കാണിക്കുന്നു. അതായത് നമ്മുടെ 1, ലോജിക് 1 അല്ലേ? ഇനി 1 ആണ് ഇൻപുട്ടിൽ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 1 കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എയിനെ ഇങ്ങനെ കണക്ട് ചെയ്യണം അല്ലേ? ഇതിങ്ങനെ വരുമ്പോഴാണ് എയുടെ വാല്യൂ 1 ആവുന്നത്. അവിടേക്ക് ഹൈ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ P ആണ്, നേരത്തെ പറഞ്ഞ പോലെ NPN ട്രാൻസിസ്റ്റർ ആണ്. സോ ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ് അല്ലേ? പിയിലേക്ക് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഇപ്പോൾ ഫോർവേഡ് ബയാസ്ഡായി ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു കറണ്ടുണ്ട്. അപ്പോൾ ഈ RCയും RBയും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് മാക്സിമം കറണ്ട് RC വഴി ഫ്ലോ ചെയ്യിക്കാനായിട്ട് നമ്മൾ നോക്കും. അതായത് IC ഈസ് മെയ്ഡ് മാക്സിമം ബൈ പ്രോപ്പർലി ചൂസിങ് RB ആൻഡ് RC. ഓക്കെ, അപ്പോൾ IC മാക്സിമമായി. അപ്പോൾ അത് നമുക്കറിയാം, IC മാക്സിമം ആകുന്ന കണ്ടീഷൻ ഈ സാച്ചുറേഷൻ കണ്ടീഷൻ അല്ലേ? അപ്പോൾ സാച്ചുറേഷൻ കണ്ടീഷനിൽ എന്താ സംഭവിക്കുക? RCക്ക് അക്രോസ് മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് വരും. VCE എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും അല്ലേ? അതായത് നമ്മുടെ VCE എന്ന് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് വൈക്ക് അക്രോസ് എന്ത് കിട്ടും? 0 വോൾട്ടേജ് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഇൻപുട്ടിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കിട്ടും.
അപ്പോൾ എന്ത് മനസ്സിലായി? ഇതൊരു നോട്ട് ഗേറ്റ് ആയിട്ട് ഈ സർക്യൂട്ട് ആക്ട് ചെയ്യുന്നു.